നമസ്കാരം. സിസ്റ്റർ അഭയ കേസിലെ രണ്ടാം പ്രതി ഫാദർ ജോസ് പുത്രിക്കയെ വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കിയ കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിയും ആന്ധ്ര ഗവർണറുമായ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ ജ്ഞാനായ കത്തോലിക്ക സഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത സംഭവം വിവാദത്തിലാവുന്നു. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരിയുടെ പേരിലുള്ള ഫൗണ്ടേഷന്റെ 28-ന് കോട്ടയത്ത് ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ ഉദ്ഘാടനം ചെയ്ത സംഭവമാണ് വിവാദമായിരിക്കുന്നത്. രണ്ടാം പ്രതി ഫാദർ ജോസ് പുത്രിക്കലിനെ വിചാരണ കൂടാതെ CBI കോടതിയും ഹൈക്കോടതിയും കുറ്റവിമുക്തനാക്കിയതിനെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതി പരിഗണിച്ചത് ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ അധ്യക്ഷനായ ബെഞ്ചിലായിരുന്നു. പെറ്റീഷൻ ഫയലിൽ സ്വീകരിക്കാതെയും വാദം പോലും കേൾക്കാതെയും അപ്പോൾ തന്നെ തള്ളിയ സംഭവം അന്നേ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി ഫൗണ്ടേഷന്റെ ചെയർമാൻ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി സിറിയക് ജോസഫാണ്. 2006 മുതൽ 2.5 വർഷക്കാലം കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് സിറിയക് ജോസഫ്. പിന്നീട് 2008 ജൂലൈ 7 മുതൽ 2012 ജനുവരി 27 വരെ സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്നു. സിറിയക് ജോസഫ് കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം കർണാടക ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് എസ് അബ്ദുൽ നാസർ. ഫാദർ പുത്രിക്കലിനെ വിചാരണ കൂടാതെ CBI കോടതി വെറുതെ വിട്ടതിനെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഹൈക്കോടതിയിൽ നൽകിയ ക്രിമിനൽ അപ്പീൽ തള്ളാൻ ജസ്റ്റിസ് സുനിൽ തോമസ് കാരണം പറഞ്ഞത് CBI ആണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് എന്നായിരുന്നു. CBI അപ്പീൽ ഫയൽ ചെയ്യാത്തത് കൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജി തള്ളുകയാണ് എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. അതേസമയം പിന്നീട് CBI ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആയിരുന്നു. CBIയുടെ അപ്പീൽ തള്ളുവാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞ കാരണം ഇതേ കേസിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ അപ്പീൽ തള്ളിയതുകൊണ്ട് CBIയുടെ അപ്പീലുകളും തള്ളുകയാണ് എന്നുള്ളതായിരുന്നു. പരസ്പര വിരുദ്ധമായ ഇത്തരം വിധികൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. അത് വാദം പോലും കേൾക്കാതെ അപ്പോൾ തന്നെ ജസ്റ്റിസ് എസ് അബ്ദുൽ നാസറിന്റെ ബെഞ്ച് തള്ളുകയായിരുന്നു. ജസ്റ്റിസ് സിറിയക് ജോസഫ് അഭയ കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കേസ് അട്ടിമറിക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ പരാതി ഇപ്പോഴും നിലവിലുണ്ട്. അഭയ കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ച ഫാദർ തോമസ് കൊട്ടൂരിന്റെ സ്വന്തം സഹോദരൻ സിറിയക് ജോസഫിന്റെ ഭാര്യയുടെ സഹോദരിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് എന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത്. ജസ്റ്റിസ് സിറിയക് ജോസഫ് ജസ്റ്റിസ് എസ് അബ്ദുൽ നാസറും തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞ ബെഞ്ചിൽ ജസ്റ്റിസ് എസ് അബ്ദുൽ നാസറും ഉണ്ടായിരുന്നു. വിധി അനുകൂലിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ് ആന്ധ്ര ഗവർണറായ ജസ്റ്റിസ് എസ് അബ്ദുൽ നാസറിനെ നിയമിച്ചതെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഫാദർ പുത്രിക്കയെ വിചാരണ കൂടാതെ വെറുതെ വിട്ടതിന്റെ പിന്നാമ്പുറ കഥകൾ ദൈവത്തിന്റെ സ്വന്തം വക്കീൽ ആത്മകഥാ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി.